അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ്. അല്ലാഹ് അൽഹംദുലില്ലാഹ്. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്നിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ മൂന്നാമത്തെ നോമ്പും കഴിഞ്ഞു, നാലാം രാവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. മഹദിയായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിൻ്റെ ദിവസമാണ് റമദാൻ 3 എന്ന് പറയുന്നത് അല്ലേ. ആ ഫാത്തിമ ബീവിയുടെ ജീവിതം ആസ്വദിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ഈ മഹത്തുക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടണം അല്ലേ. ആ ഫാത്തിമ ബീവിയുടെ മദത് തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അലിയാരും ഫാത്തിമയും മുമ്പ് കല്യാണത്തിന് മുമ്പ് പ്രണയിച്ചിട്ടില്ല എന്ന് രാവിലെ നമ്മൾ സ്വബാഹുൽ ഖൈറിലൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ സദസ്സ് ഏതായാലും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെ പ്രണയം എപ്പോഴായിരുന്നു? കല്യാണം കഴിഞ്ഞിട്ടാണ്. ഒരിക്കലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു കൊതി തോന്നി. നല്ല മുന്തിയ ഇനം ഈന്തപ്പഴം കഴിക്കണം എന്നായിരുന്നു കൊതി. വേറൊരു പഴമാണെന്നും റിപ്പോർട്ടുകളിൽ കാണാം. ഇരിക്കട്ടെ, നമുക്ക് ഈന്തപ്പഴത്തിന്മ പിടിക്കാം. അപ്പോൾ അലിയാരോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കണതിൻ്റെ ഇടയിലേ വേറൊന്നല്ല, എനിക്കിങ്ങനെ നല്ല ഈന്തപ്പഴം കഴിക്കാൻ ഭയങ്കര കൊതിയുണ്ട്. ആ ഭക്ഷണം കഴിക്കൽ അവിടെ നിർത്തിയിട്ട് ഭക്ഷണം മൂടി വയ്ക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പോയി കയ്യിലുണ്ടായിരുന്ന അല്പം തൊട്ടൊരു അരപ്പട്ടയാണ്, വേറെ പൈസയൊന്നും ഉണ്ടായില്ല. ആ അരപ്പട്ട വിറ്റിട്ട് അവിടെ നിന്ന് ഫാത്തിമ ബീവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഈന്തപ്പഴം വാങ്ങി, നല്ല ഈന്തപ്പഴം വാങ്ങി. പൈസയൊന്നും ഉണ്ടായില്ലല്ലോ അലിയുടെ കയ്യിൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു സ്വഹാബി അലിയാർ തങ്ങളെ കാണുന്നത്. അലിയോട് പറയുന്നുണ്ട്, അലിയേ ദിവസങ്ങളായിട്ട് പട്ടിണിയാണ്, ഒന്നുമില്ല കഴിക്കാൻ, എന്തെങ്കിലും തരാവോ? സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ഫാത്തിമ ബീവിക്ക് വാങ്ങി വെച്ച, തൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നിട്ട് തൻ്റെ അരപ്പറ്റ ഊരി വിറ്റിട്ട് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങി വെച്ച ഈന്തപ്പഴം ഉണ്ടല്ലോ, അതെടുത്ത് ആ സ്വഹാബിക്ക് കൊടുക്കുകയാണ്. ആ സ്വഹാബി അത് കഴിച്ചു. അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖത്ത് സന്തോഷമൊക്കെ ആസ്വദിച്ചിട്ടാണ് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ ഈന്തപ്പഴമൊക്കെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കണം. അങ്ങനെയല്ലേ, കെട്ടിയവനൊരു ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ കിട്ടാൻ വേണ്ടി, ഇത് കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി കൊതിച്ച് നിൽക്കണ സമയമല്ലേ അത്. അങ്ങനെ അലിയാർ വന്നു, സലാം പറഞ്ഞു, ചിരിച്ചു സന്തോഷത്തോടെ. അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാൻ പറ്റണില്ല, മനസ്സിൽ ഭയങ്കര സങ്കടമുണ്ടല്ലോ. അങ്ങനെ ഫാത്തിമ ബീവിയുടെ അടുക്കൽ ചെന്നു, മൂടി വെച്ചിരുന്ന ഭക്ഷണം തുറന്ന് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണമൊക്കെ കഴിക്കണതിൻ്റെ ഇടയിൽ ഫാത്തിമ ബീവി നോക്കുന്നുണ്ട്, അലിയാരൊക്കെ നോക്കുന്നുണ്ട്, ഈ വിഷയമൊന്നും പറയണില്ല. അങ്ങനെ അവർ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു ഉണ്ടായ സംഗതികളൊക്കെ പറഞ്ഞു. മോളെ, നിനക്ക് ഈന്തപ്പഴം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനത് വിറ്റത്, വാങ്ങി, പക്ഷേ ഇന്നൊരാൾ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാതെ വയ്യല്ലോ. ഫാത്തിമ ബീവി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തിരിഞ്ഞു കിടന്നു. അപ്പോൾ അലിയാർ ചോദിക്കുന്നുണ്ട്, ഫാത്തിമ എന്നോട് പിണക്കാണോ, എന്നോട് ദേഷ്യമാണോ? പ്രിയപ്പെട്ടവനെ അലിയെ, ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എൻ്റെ ഒരു സന്തോഷമായിരുന്നു, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു സന്തോഷമാണ് നല്ലൊരു ഈന്തപ്പഴം കഴിക്കുക എന്നുള്ളത്. പക്ഷേ ആ ഈന്തപ്പഴം വിശപ്പ് സഹിക്ക വയ്യാതിരിക്കുന്നൊരു മനുഷ്യൻ അങ്ങ് കൊടുത്തപ്പോഴേ എനിക്ക് ഇരട്ടി സന്തോഷമായി, 2 ഇരട്ടി എൻ്റെ സന്തോഷം. ഇപ്പോൾ ഞാൻ എന്തിനാ ദേഷ്യപ്പെടണേ? സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഇതല്ല അവരുടെ പ്രണയം, പരസ്പരം മനസ്സിലാക്കി ജീവിച്ച അത്രമേൽ മനോഹരമായ ദാമ്പത്യം. നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മുടെ കെട്ടിയോക്ക് ഒരു ഗോൾഡ് കോയിൻ വാങ്ങിക്കൊണ്ടുവന്നു നോക്കുക, ഒരു ഗോൾഡ് ഒരു ചെയിൻ വാങ്ങി, അവൾ കാത്തിക്കാണ്. വന്ന വഴിക്ക് ഒരു പാവപ്പെട്ട ആൾ ചോദിച്ചപ്പോൾ ആ ചെയിൻ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. നേരെ വീട്ടിലേക്ക് എത്തി, എവിടെ ചെയിൻ എവിടേക്കാക്ക. അപ്പോൾ ഇക്കാക്ക പറയണ, എടിയാ ഇങ്ങനൊരു പാവപ്പെട്ടവൻ മുഖം മാറി, പാവപ്പെട്ടവന് സ്വർണം കൊടുത്താ? സ്വർണത്തിൻ്റെ വില എന്താണ് മനുഷ്യ? സ്വർണത്തിൻ്റെ വില എന്താണ് മനുഷ്യ? നിങ്ങൾ വല്ല കണ്ട പെണ്ണുങ്ങൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? ഞാനിങ്ങനെ ഒരു കുടുംബത്തിലാണല്ലോ വന്ന് പെട്ടത്, വർച്ചോനെ എന്നെന്തിനാണല്ലോ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്, എന്നെ എടുത്തോ എന്നൊക്കെ പറഞ്ഞോളയും ചിലപ്പോൾ. അപ്പോൾ നമ്മളും ഫാത്തിമ ബീവിയും തമ്മിലുള്ളൊരു ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ ജീവിതം, ഫാത്തിമ ബീവിയുടെ ജീവിതം. ഈ ആണ്ടൊക്കെ വരുമ്പോഴേ ഫാത്തിമ ബീവിയുടെ പേരിൽ ഫാത്തിഹ ഓതിയാൽ മാത്രം പോരാ, അവരുടെയൊക്കെ ജീവിതം പഠിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മഹദിയുടെയൊക്കെ പൊരുത്തം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അവസാനം ഫാത്തിമ ബീവിയുടെ അല്പം മദ്ഹൊക്കെ ചൊല്ലണം. അള്ളാഹു അതിനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ആദ്യം തന്നെ ഒരു അത്ഭുത സ്വലാത്ത് ചൊല്ലിയാലോ? ഏത് ദുആയും സ്വീകരിക്കാൻ, ഏത് സദസ്സും സ്വീകരിക്കാൻ സ്വലാത്ത് അനിവാര്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലേ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് സ്വലാത്ത് ഗസ്നവി പഠിപ്പിച്ചു തരാം. സ്വലാത്ത് ഗസ്നവി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് സുൽത്താൻ മുഹമ്മൂദ് ഗസ്നവി റഹിമഹുല്ലാ. മുഹമ്മൂദ് ഗസ്നവി എന്ന് പറയുന്ന വലിയൊരു സുൽത്താൻ ഉണ്ടായിരുന്നു. ഗസ്നി ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു അദ്ദേഹം. ആ മഹാനായ സുൽത്താൻ എന്നും രാവിലെ രാജകാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും 3 ലക്ഷം സ്വലാത്ത് ഇല്ലായിരുന്നു. ഒരു ദിവസം എത്ര സ്വലാത്ത്? 3 ലക്ഷം സ്വലാത്ത് ഇല്ലായിരുന്നു.
അപ്പോൾ രാജകാര്യങ്ങളിലൊക്കെ തടസ്സം നേരിടാൻ തുടങ്ങി. മുത്തുനബിയോടുള്ള മഹബത്ത് കൊണ്ടേ. ബാക്കിയൊക്കെ പിന്നെ സെക്കൻഡറിയാണ്. ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ മുത്തിൻ്റെ സ്വലാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹ്മൂദ് ഗസ്നവി രാജാവ് രാവിലെ 3 ലക്ഷം സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് രാജകാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് വൈകും. അങ്ങനെ ഇരിക്കെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആരുടെ? മഹ്മൂദ് ഗസ്നവി രാജാവിൻ്റെ. വലിയ സ്വാലിഹായ മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. മുത്തുനബി തങ്ങൾ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വപ്നത്തിൽ. എന്നിട്ട് പറഞ്ഞു, ഇത് 1 തവണ ചൊല്ലിയാൽ 1 ലക്ഷം സ്വലാത്തിൻ്റെ മഹത്വമുണ്ട്, 3 തവണ ചൊല്ലിയാലോ 3 ലക്ഷം സ്വലാത്തിൻ്റെ മഹത്വമുണ്ട്. അതുകൊണ്ട് ഇത് 3 തവണ ചൊല്ലിയിട്ട് രാജകാര്യങ്ങൾ നോക്കിക്കൊള്ളണം. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത സമ്മാനമായ സ്വലാത്ത് ഗസ്നവി നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങാൻ ഇത് ഉപകരിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങാൻ ഇത് മതി എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്വലാത്ത് മഹ്മൂദ് ഗസ്നവി ചൊല്ലിയപ്പോഴേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ഇതിൻ്റെ മഹത്വം എഴുതി മലക്കുകൾ ക്ഷീണിച്ചു പോയി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത്രേ മലക്കുകൾ ക്ഷീണിച്ചു പോകുന്ന അത്രമേൽ വലിയ മഹത്വമുള്ള സ്വലാത്താണ് സ്വലാത്ത് ഗസ്നവി എന്ന് പറയുന്നത്. നമുക്കൊന്ന് ചൊല്ലിയാലോ, മനസ്സറിഞ്ഞ് ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد رحمة الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد فضل الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد خلق الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ما في علم الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد كلمات الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد كرم الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد حروف كلام الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد قطر الأمطار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ورق الأشجار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد رمل القفار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد الحبوب والثمار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ما أظلم عليه الليل وأشرق عليه النهار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد الليل والنهار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ما خلقت في البحار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد من صلى عليه. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد من لم يصلي عليه. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد أنفاس الخلائق. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد نجوم السماوات. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد كل شيء في الدنيا والآخرة. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ما خلق ربي وأحصاه. وصلوات الله تعالى وملائكته وأنبيائه ورسله وجميع خلقه
على سيد المرسلين وخاتم النبيين وإمام المتقين وقائد الغر المحجلين وشفيع المذنبين سيدنا ومولانا محمد وعلى آله وأصحابه وأزواجه وذرياته وأهل بيته والأئمة الماضين والمشايخ المتقدمين والشهداء والصالحين وأهل طاعتك أجمعين من أهل السماوات والأرضين برحمتك يا أرحم الراحمين يا أكرم الأكرمين والحمد لله رب العالمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين അർഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റാൻ നമുക്ക് ആരുള്ളത്? എനിക്ക് നീയുള്ളൂ അല്ലേ? എനിക്കാരുള്ളൂ? നീയുള്ളൂ. അതായത് എപ്പോഴാ അള്ളാഹുവിനോടുള്ള അതിരറ്റ മഹബത്ത് നമ്മുടെ കൽബിൽ ഉണ്ടാവുക? ആ ഒരു അവസരം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് നീ മതിയല്ല. ഇല്ലേ? അതൊരു വല്ലാത്ത പ്രണയത്തിന്റെ ഒരു അവസ്ഥയാണോ? ഭാര്യയോട് സ്നേഹം തോന്നുമ്പോൾ ആദ്യ രാത്രിയിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ? എനിക്ക് നീയുള്ളൂട്ടാ, എൻ്റെ മനസ്സിൽ നീയല്ലാതെ ആരുമില്ലാട്ടാ. എടാ, അത് അള്ളാഹിനോട് പറഞ്ഞോക്കെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ആ ഒരു ബന്ധമല്ലേ ഇബ്രാഹിം നബി തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് നീയേ ഉള്ളൂ പടച്ചോനെ, എൻ്റെ കൽബിൽ നീയല്ലാതെ ആരുമില്ല അല്ലാഹ്. തീ തണുപ്പായി മാറി. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർക്കാൻ ഈ ബൈത്ത് മതിയെന്നേ. ഒരു 11 ചൊല്ലിക്ക്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു
ഈ ദിക്റിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം അടിപൊളിയാക്കി ഹാപ്പിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങൾ അല്ലാഹു അകറ്റട്ടെ. ഇപ്പോൾ എല്ലാവരും നോമ്പുകാരായിരുന്നു അല്ലേ? അൽഹംദുലില്ലാഹ്, എല്ലാവരും നോമ്പുകാരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നോമ്പിൻ്റെ ഫലം ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ചൊല്ലിക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു മരം നടുന്നാണ് ഈ ദിക്ർ ചൊല്ലിയാൽ. ചെല്ലുമ്പോൾ നമുക്ക് തോട്ടം കിട്ടുന്ന അവിടെ വേണ്ടേ? മനസ്സറിഞ്ഞ് ചൊല്ലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഒരു നോടും കൂടെ മനസ്സറിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ 4ാമത്തെ രാവിലേക്കാണ് കടക്കുന്നതെങ്കിലും ആ ഫാത്തിമ ബീവിയുടെ ഓർമ്മ എപ്പോഴും വേണമല്ലോ അല്ലേ? അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ ബർക്കത്തുണ്ട്. ആ ഫാത്തിമ ഉമ്മയുടെ മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. യാ റബ്ബി ബിൽ മുസ്തഫ വ ഫാത്തിമ സഹറ അജ്ജിൽ ലനാ ബി നദ്റ നദ്റ യാ അബ സഹറ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉപ്പാരാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ മുത്തുനബിയെയും ഫാത്തിമ ബീവിയൊക്കെ തവസ്സുലാക്കിക്കൊണ്ട് മനോഹരമായൊരു ബൈത്ത് 3-4 വരി നമുക്ക് ചൊല്ലിയിട്ട് ദ്വാരക്കാം. യാ ബിൻത റസൂലില്ലാഹി യാ ഫാത്തിമത സഹറ ഖിത്അത കബ്ദിൽ ഹബീബി യാ ഫാത്തിമത സഹറ زوجة علي المرتضى يا فاطمة الزهراء أم الحسن والحسين يا فاطمة الزهراء مولاي صلي وسلم دائما أبدا على حبيبك خير لهم يا أم أهل البيت يا فاطمة الزهراء رئيسة المؤمنين يا فاطمة الزهراء قرة عين المصطفى يا فاطمة الزهراء محبة الفقراء يا فاطمة الزهراء مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഫാത്തിമ ബീവിയുടെ മദദ് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വരി കൂടെ ചൊല്ലിക്ക്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി യാ
ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്ത ആളുകളുണ്ട്. ഒരുപാട് സങ്കടപ്പെടുന്ന ആളുകളല്ലേ നമ്മളെ സഹായിക്കുന്നത്. പ്രത്യേകിച്ച് ഈ റമദാനിലൊക്കെ ഹദിയ ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കൂലേ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുണ്ട് അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ തമ്പുരാനെ. പടച്ചവനെ, ഖൽബ് നിറയെ നിന്നോടുള്ള സ്നേഹം നൽകണേ അല്ലാ, നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാ. ആരംഭപ്പൂവായ തങ്ങളെ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, ഖൽബിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, നിനക്കറിയാത്തതല്ലല്ലോ അല്ലാ. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും ഖൽബിൽ ഒരുപാട് വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. ഒരുപാട് സങ്കടങ്ങളുണ്ട്, അകറ്റണേ അല്ലാ. മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ. യാ റബ്ബനാ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ പലരും രോഗികളാണ്. മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ആജിലും കാമിലുമായ ശിഫാ നീ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങളിൽ നീ വെളിച്ചം നൽകണയല്ല. വീട്ടിൽ വെളിച്ചം നൽകണയല്ല, കുടുംബത്തിൽ ഐക്യം നൽകണയല്ല, അയൽപക്ക ബന്ധങ്ങളിൽ ബറക്കത്ത് നൽകണയല്ല. ഞങ്ങളോട് മിണ്ടാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്നവർ ഞങ്ങളുടെ കുടുംബങ്ങളിലോ ബന്ധങ്ങളിലോ ഉണ്ടെങ്കിൽ അവരുടെയും ഖൽബ് നീ നന്നാക്കി ഞങ്ങളിലേക്ക് തിരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നാക്കണേ അല്ലാ. ഒരുപാട് മക്കൾ പരീക്ഷകൾ എഴുതുകയാണ്, ഉന്നത വിജയം നൽകണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. തോറ്റുപോകുന്നൊരവസ്ഥയിൽ നിന്ന് കാവലേകണേ അല്ലാ. മക്കൾ നിമിത്തം അപമാനിക്കപ്പെടുന്നൊരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ റൂഹ നീ പിടിക്കല്ലേ അല്ലാ, യത്തീമാക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. യാ റബ്ബനാ, ഞങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ വന്ന് മയ്യത്തിന്റെ വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അങ്ങ് പ്രവാസ ലോകത്തിരുന്ന് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട് യാ റബ്ബനാ. പടച്ചവനെ, അതിലൊരുപാട് ആളുകൾക്ക് ഇന്ന് റമദാൻ 5-ാമത്തെ രാവാണ്. എത്രയാണെങ്കിലും യാ റബ്ബി, പരിശുദ്ധ റമദാനിലെ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയതെല്ലാം സ്വീകരിക്കണേ അല്ലാ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മദദ് തരണേ അല്ലാ. തിരുനോട്ടം നൽകണേ അല്ലാ. അവിടുത്തെ പോലെ സ്വർഗീയ ലോകത്ത് അവിടുത്തെ ചാരയായി ഒരുമിക്കാൻ, അവിടുത്തെ ചാരത്ത് ഒരുമിക്കാൻ ഞങ്ങളുടെ സഹോദരിമാർക്ക്, ഉമ്മമാർക്ക്, ഭാര്യമാർക്ക്, ഇണകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ ഫാത്തിമ ബീവിയുടെ പേര് പറയാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല റബ്ബേ. എന്നാലും ഞങ്ങൾ വല്ലാതെ മഹബത്ത് വെക്കുന്നുണ്ട് നിന്റെ ഹബീബിന്റെ പൊന്നുമോളല്ലേ അല്ലാ. അവിടുത്തെ മദദ് തരണേ അല്ലാ. റഹ്മുർ-റഹീമായ റബ്ബേ, പ്രവാസികൾ ഒരുപാട് പ്രയാസങ്ങളിലുള്ളവരുണ്ട്, ഖൈർ നൽകണേ അല്ലാ. അന്യായമായി ജയിലിൽ കിടക്കുന്നവരുണ്ട്, മോചനം നൽകണേ അല്ലാ. പടച്ചവനെ, ഉമ്മത്ത് മുസ്ലിമിന് സമാധാനം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. സുഡാനിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ലോകത്തിന്റെ പല ദിക്കുകളിലും മുസ്ലിം ഉമ്മത്ത് വേദനകൾ അനുഭവിക്കുന്നവരാണ് അല്ലാ. നീ കാവലേകണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. നിന്റെ പരിശുദ്ധ ഭൂമിയായ
മക്കയും മദീനയും കാണാതെ, കഅബയുടെ ഖില്ല പിടിക്കാതെ, റസൂലുള്ളാഹിന്റെ റൗളയുടെ ചാരച്ചെന്ന് സലാം പറയാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, എല്ലാവരുടെയും ഖബർ വെളിച്ചമാക്കണേ അല്ലാ. ഭർത്താവ് മരിച്ചവരുണ്ട്, ഭാര്യ മരണപ്പെട്ടവരുണ്ട്. യാ റബ്ബന, സ്വർഗീയ ലോകത്ത് സ്നേഹം നിറഞ്ഞ ഇണകളായി ഒരുമിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മക്കൾ മരിച്ചവരുണ്ട്, സ്വർഗീയ ലോകത്ത് മക്കൾ സ്വീകരിക്കാൻ, മക്കളാൽ സ്വീകരിക്കപ്പെടാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.